ഫസ്റ്റ് പോയിന്റ്, ലിയ ഒരു ചെറിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ആയിരുന്നു എന്ന് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. പക്ഷെ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം അവർ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസിനെയാണ് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഒരു ചെറിയ വീട്, എ സ്മോൾ ഹൗസ്. ഒറ്റയ്ക്ക്, എലോൺ. താമസിക്കുക, ലീവ്. അപ്പോൾ ഇവിടെ താമസിക്കുകയായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം. ലിയ ഒരു ചെറിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പം നമുക്ക് എഴുതാം ലിയ വാസ് ലിവിങ് എലോൺ. ലിയ വാസ് ലിവിങ് എലോൺ ഇൻ എ, ഒരു ചെറിയ വീട്. അപ്പം എ സ്മോൾ ഹൗസ്. ലിയ വാസ് ലിവിങ് എലോൺ ഇൻ എ സ്മോൾ ഹൗസ്. ലിയ ഒരു ചെറിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് എഴുതിയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതൊരു കഴിഞ്ഞുപോയ കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞുപോയ കാര്യം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ വാസ് യൂസ് ചെയ്ത് എഴുതി. വാസ് എന്താ? വാസ് എന്ന് പറഞ്ഞാൽ ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. നമുക്കറിയാലോ, നമ്മൾ പഠിച്ചിട്ടില്ലേ, ഈസ് എന്ന് പറഞ്ഞ പ്രസൻറ്റ് ഫോം അല്ലേ. അപ്പം നമ്മളിവിടെ ഈസിനെ കൺവേർട്ട് ചെയ്താണ് വാസ് എഴുതിയത്. കാര്യം ഒരു കഴിഞ്ഞു പോയ കാര്യമായുണ്ട്. അപ്പം പിന്നെ നമ്മൾ ഓർക്കുക, ലിയ ഇതൊരു സിംഗുലാർ സബ്ജക്റ്റാണോ പ്ലൂറൽ സബ്ജക്റ്റാണോ നമ്മൾ അത് നോക്കുക. ലിയ എന്ന് പറയുന്ന ഒറ്റ ഒരു പേഴ്സണോ, ഒറ്റ ഒരാളാണ്. അപ്പം കുറേ പേരില്ല, ഒന്നിലധികം പേരുള്ളതാണ് നമ്മൾ പ്ലൂറൽ സബ്ജക്ട്സ് എന്ന് വിളിക്കുക. ഇത് ലിയ എന്ന ഒറ്റ പേഴ്സണാണ്. അപ്പോൾ ഇതൊരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം നമ്മൾ വാസ് യൂസ് ചെയ്തു. വാസ് എന്ന് പറഞ്ഞാൽ ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. പിന്നെ എന്താ, നമ്മൾ ഇവിടെ ലീവാണ് ഇവിടുത്തെ വെർബിൻ്റെ കൂടെ ING എന്തുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്തത്? കാര്യം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്, പക്ഷെ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസിൽ നമുക്ക് ING യൂസ് ചെയ്ത് എഴുതാം. അപ്പം നമ്മളിവിടെ എന്തുകൊണ്ട് വേറെ എഴുതിയില്ല? കാര്യം ലിയ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ വേറെ എഴുതില്ല. ഇപ്പോൾ ഇവിടെ ദേ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ വേറെ യൂസ് ചെയ്തിട്ട് എഴുതാമായിരുന്നു. അപ്പം ഓർക്കുക, നമ്മളിവിടെ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? നമ്മൾ ഈസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസൻറ്റ് ഫോമാണ്. ആ പ്രസൻറ്റ് ഫോമിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി, വാസ്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്, അതുകൊണ്ട് വാസ് ആക്കി. പിന്നെ നമ്മളെന്താ, വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്തു. ING യൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞു, ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട്. ഇപ്പം ഇതൊരു ഇപ്പോഴത്തെ കാര്യമാണ്, ഇപ്പോഴത്തെ ഒരു കാര്യമാണ് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിലും ഇപ്പോൾ ഇവിടെ ഈസ് നമുക്ക് എഴുതാം. ഞാൻ ക്ലിയറായിട്ട് പറയാം. ഇപ്പോഴത്തെ ഒരു കാര്യം, ഇപ്പം അവർ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് ആണെങ്കിൽ നമുക്കിവിടെ ഈസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലീവിൻ്റെ കൂടെ ING യൂസ് ചെയ്യും. അപ്പോൾ ഒരു കണ്ടിന്യൂ ചെയ്യുന്ന പ്രോസസ്സ് ആണെങ്കിൽ നമുക്ക് വെർബിൻ്റെ കൂടെ ING ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാം. അതാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പം ഓർത്ത് വെച്ചേക്കുക, ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തി, എവിടെയൊക്കെ ചേഞ്ച് വരുത്തിയതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഈ ഒരു 2 സെൻറ്റൻസിന് ഇവിടെ ചേഞ്ച് വന്നിട്ടുള്ളൂ. കാര്യം കഴിഞ്ഞു പോയ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് കൂടാതെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ആണ്, അങ്ങനെയുള്ള സെൻറ്റൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈസിനെ വാസാക്കി ലീവിനെ ING യൂസ് ചെയ്തിട്ട് എഴുതി. അപ്പം ഇപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റിൻ്റെ അടിയിൽ ഞാൻ അണ്ടർലൈൻ ചെയ്ത് എഴുതാം. ജസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. ലിയ ഒരു സബ്ജക്റ്റാണ്. അപ്പം ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ലീവാണ് വെർബ്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ING ആഡ് ചെയ്ത് എഴുതി. അപ്പോൾ ഇവിടുത്തെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് ഈസ് എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റ് ഫോമാണ്. അതിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി മാറ്റി. അപ്പം ഇത്രയും ചേഞ്ചസ് ആണ് വരുത്തിയത്. അപ്പോൾ സബ്ജക്റ്റും വെർബും ഞാൻ അണ്ടർലൈൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്കെന്താ, അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ലിയ ഒരു ചെറിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. ലിയ വാസ് ലിവിങ് അലോൺ ഇൻ എ സ്മോൾ ഹൗസ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വളരെ വൈകിയാണ് അവൾ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം ഇതൊരു കഴിഞ്ഞുപോയ ഒരു കാര്യമാണ് പറയുന്നത്. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ഒരു ദിവസം, 1 day. ജോലി കഴിഞ്ഞ്, ആഫ്റ്റർ വർക്ക്. ജോലി കഴിഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ആഫ്റ്റർ വർക്ക്. വളരെ വൈകി, വളരെ എന്ന് വെച്ചാൽ എന്താ, വെരി. വൈകി, ലേറ്റ്. അവൾ, ഷീ. വീടിന് എന്താ നമ്മൾ പറയണേ? ഹോം അല്ലെങ്കിൽ ഹൗസ്. വരുക എന്ന് വെച്ചാൽ കം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു സെൻറ്റൻസ് എഴുതാൻ നോക്കാം. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വളരെ വൈകിയാണ് അവൾ വീട്ടിലേക്ക് വന്നത്.
അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വൺ ഡേ, ഒരു ദിവസം. വൺ ഡേ ഷീ, അവൾ. അപ്പോൾ വരിക എന്ന് എന്താ ഞാൻ പറഞ്ഞത്? കം. അപ്പം കമ്മിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് എഴുതണത്. കാര്യം കഴിഞ്ഞു പോയ കാര്യമുണ്ട്. അപ്പം ഷീ കെയിം. വൺ ഡേ ഷീ കെയിം ഹോം, വീട്ടിലേക്ക്. ഹോം വെരി ലേറ്റ്, വെരി വളരെ. ലേറ്റ് താമസിച്ച്. വെരി ലേറ്റ് എപ്പോഴാ? ആഫ്റ്റർ ജോലി കഴിഞ്ഞ ശേഷം. ആഫ്റ്റർ ഹർ വർക്ക്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? വൺ ഡേ ഷീ കെയിം ഹോം വെരി ലേറ്റ് ആഫ്റ്റർ ഹർ വർക്ക്. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വളരെ വൈകിയാണ് അവൾ വീട്ടിലേക്ക് വന്നത്. വൺ ഡേ ഷീ കെയിം ഹോം വെരി ലേറ്റ് ആഫ്റ്റർ ഹർ വർക്ക്. അപ്പം നമ്മളിവിടെ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? ഞാൻ പറഞ്ഞു ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ ആകെ ചേഞ്ച് വരുത്തി ഒറ്റയൊരു വേർഡിനെ നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. അതെന്താ? അതാണ് കേം. നമ്മൾ എഴുതിക്കണ കണ്ടില്ലേ? കേം. കാര്യം കേം എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ഫോമാണ്. എന്തിൻ്റെ പാസ്റ്റ് ഫോമാണ്? കം. കമ്മിൻ്റെ പാസ്റ്റ് ഫോമാണ് കേം. കാര്യം കം എന്ന് വെച്ചാൽ വരിക എന്നാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞ കാര്യമാണ് പറയണത്. അപ്പം നമ്മൾ കമ്മിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലാക്കി കേമിന് എഴുതി. അപ്പോൾ അത് ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ എഴുതാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളിവിടെ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? കം ഒരു പ്രസൻറ്റ് ഫോമായ കമ്മിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു ഒരു പാസ്റ്റ് ഫോമിലോട്ടാക്കി. കേം എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ഫോമാണ്. ഇത് അങ്ങനെ എഴുതാൻ കാരണം എന്താ? ഒരു കഴിഞ്ഞു പോയ കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. കമ്മിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഞാനിവിടെ ചെറുതായിട്ട് എഴുതിയേക്കാം. ഷീ ആണ് സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുന്നതാണ് കം. അപ്പം ഇത് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. കമ്മിൻ്റെ പാസ്റ്റ് ഫോമാണ് കേം. അപ്പം വെർബ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് ഇവിടെ എഴുതിയേക്കാം. പാസ്റ്റ് വി എന്നാണ്, ഞാൻ ജസ്റ്റ് ഷോർട്ട് ഫോമിൽ എഴുതിയതാണ് വി, വെർബ്. അപ്പം സബ്ജക്റ്റ് ഷീ. അപ്പം നമ്മൾ എഴുതിയത് എങ്ങനെയാണ്? വൺ ഡേ ഷീ കെയിം ഹോം വെരി ലേറ്റ് ആഫ്റ്റർ ഹർ വർക്ക്. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വളരെ വൈകിയാണ് അവൾ വീട്ടിലേക്ക് വന്നത്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നമ്മൾ പണ്ട് അവിടെ ഒന്നിച്ചു പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പം ഒരു കഴിഞ്ഞു പോയ ഒരു ക്വസ്റ്റ്യൻ ഒരാളെ നമ്മൾ ചോദിക്കുക. പണ്ടത്തെ കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ നമ്മളിപ്പോൾ ചോദിക്കുക, ഇപ്പോഴയാളോട് നമ്മൾ ചോദിക്കുക. അപ്പം എങ്ങനെ പറയാം? നമുക്ക് നമ്മൾ, വി. ഇപ്പോൾ പണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ ലോങ് എഗോ എന്ന് ഉപയോഗിച്ചിട്ട് എഴുതാം. അവിടെ, ദെയർ. ഒന്നിച്ച്, ടുഗദർ. പോകുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഗോ. അപ്പോൾ ഇവിടെ പോയതാണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഗോയുടെ പാസ്റ്റ് ഫോം വെൻറ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാം. വെൻറ്റ്. അപ്പോൾ ഗോയ്ക്ക് ഓൾറെഡി 3 ഫോംസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം നമ്മൾ വെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. കാര്യം വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് നമ്മളിവിടെ എഴുതുന്നത്. ഗോയുടെ പാസ്റ്റ് ഫോം വെൻറ്റ്. അപ്പം നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പം ഓർമ്മയുണ്ടോ നമ്മൾ എങ്ങനെ ചോദിക്കണം? ഓർമ്മയെന്ന് വെച്ചാൽ എന്താ? റിമെമ്പർ. അപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. നമ്മൾ പണ്ട് അവിടെ ഒന്നിച്ച് പോയത് നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ചോദിക്കുകയാണ്. അപ്പം ഡു യു റിമെമ്പർ? അപ്പം നമ്മൾ റിമെമ്പർ എന്ന് വെച്ചാൽ എന്താ? ഓർക്കുക. ഡു യു റിമെമ്പർ ദാറ്റ്? എന്താണ് ദാറ്റ്? വി. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, ഞാൻ വി ഇപ്പുറത്ത് എഴുതാം. ഡു യു റിമെമ്പർ ദാറ്റ് വി വെൻറ്റ്? ഞാൻ പറഞ്ഞു ഗോയുടെ പാസ്റ്റ് ഫോം ആണ് ഞാനിവിടെ യൂസ് ചെയ്തത്. ഗോ, വെൻറ്റ്, ഗോൺ എന്നാണ്. അപ്പം ഓൾറെഡി 3 ഫോംസ് ഉണ്ട് ഗോയ്ക്ക്. അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് നേരത്തെ ക്ലാസ്സിൽ. അപ്പം ഇവിടെ ഗോ, വെൻറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫോമാണ് ഗോയുടെ. അപ്പം വെൻറ്റാണ് ഇവിടെ ഞാൻ എഴുതിയത്. വി വെൻറ്റ് ദെയർ, അവിടെ. ടുഗദർ എന്ന് വെച്ചാൽ എന്താ? ഒന്നിച്ച്. ടുഗദർ. ലോങ് എഗോ എന്ന് വെച്ചാൽ പണ്ടത്തെ കാര്യമാണ് പറയണത്. അപ്പോൾ ലോങ് എഗോ, പണ്ടത്തെ കാര്യം. പണ്ട് അവിടെ ഒന്നിച്ച് പോയത്. അപ്പോൾ അതിനാണ് ലോങ് എഗോ എന്ന് പറയണത്. അപ്പം നമ്മൾ എന്താ ഇവിടെ എഴുതിയത്? ഡു യു റിമെമ്പർ ദാറ്റ് വി വെൻറ്റ് ദെയർ ടുഗദർ ലോങ് എഗോ? നമ്മൾ പണ്ട് അവിടെ ഒന്നിച്ച് പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ ദാറ്റ് വി വെൻറ്റ് ദെയർ ടുഗദർ ലോങ് എഗോ? അപ്പം നമ്മൾ എങ്ങനെ ഇവിടെ എഴുതിയത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എപ്പോഴും ഓർക്കുക, ഞാൻ പറഞ്ഞു ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. കാര്യം ഇത് നമ്മളിപ്പം ഒരാളോട് ചോദിക്കുവാണ്.
ഇപ്പം നമ്മളൊരു ഫ്രണ്ട് വന്നു, ആ ഫ്രണ്ടിനെ നമ്മൾ വഴി വെച്ച് കണ്ടപ്പം നമ്മൾ ചോദിക്കുക, നീ പണ്ടത്തെ കാര്യം നമ്മൾ ചോദിക്കുക, പക്ഷെ ഇപ്പോഴാണ് നമ്മൾ ചോദിക്കണേ. അപ്പോൾ അതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം അങ്ങനെയുള്ള സെൻറ്റൻസിൽ പണ്ടത്തെ കാര്യമാണെങ്കിൽ നമ്മൾ ചോദിക്കണേ ഇപ്പോഴാണ്. അപ്പം അങ്ങനെയുള്ള സെൻറ്റൻസിൽ നമുക്ക് ഡൂവോ ഡെസ്സോ നമ്മൾ ക്വസ്റ്റ്യനായിട്ട് മുമ്പിൽ ചേർത്ത് ചോദിക്കാം. അപ്പം നമ്മളിവിടെ എന്താ ചെയ്തത്, ഡൂ ചേർത്താണ് ചോദിക്കുന്നത്. ഡൂ അല്ലെങ്കിൽ ഡെസ് നമുക്ക് ചേർക്കാം. കാര്യം എന്താ, നമ്മൾ സബ്ജക്റ്റ് നോക്കിയിട്ടാണ് ഡൂ വേണോ ഡെസ് വേണോ എന്ന് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഓർക്കുക, ഇപ്പോൾ നിങ്ങൾ ഓർക്കും ഡിഡ് എവിടെ യൂസ് ചെയ്യണമെന്ന്. ഡിഡ് എന്ന് പറയുമ്പം കഴിഞ്ഞു പോയ കാര്യമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമ്മൾ ഡിഡ് ചേർത്തിട്ട് ചോദിക്കുന്നത്. കാര്യം ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ചോദിക്കുക, ഒരാളെ കണ്ടിട്ട് ഇപ്പോൾ ചോദിക്കുക, കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഡു അല്ലെങ്കിൽ ഡെസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഇവിടെ എന്താ ഞാൻ ഡു യൂസ് ചെയ്യാൻ കാര്യം യു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം യു, വി, ദേ, അപ്പം ഇങ്ങനെയുള്ള പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെ നമുക്ക് ഡു യൂസ് ചെയ്ത് എഴുതാം. അപ്പം നമ്മൾ എവിടെയാണ് ഡെസ് ഉപയോഗിക്കേണ്ടത്, ഹീ, ഷീ, ഇറ്റ്, ഇപ്പം ഇങ്ങനെയുള്ള സബ്ജക്ട്സ്, സിംഗുലാർ സബ്ജക്ട്സിൻ്റെ കൂടെ നമുക്ക് ഡെസ് യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഓർത്ത് വെക്കേണ്ട, പാടായിരിക്കും. അത് നമ്മൾ അങ്ങനെ ചിലവർക്കൊക്കെ ഭയങ്കര പാടിങ്ങനെ ഓർത്ത് വെക്കാൻ. അപ്പം ഇപ്പോഴത്തെ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഡുവോ ഡെസ്സോ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി, അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. പിന്നെ ഇപ്പോൾ ഡിഡ്, ഇപ്പം നിങ്ങൾ ഈ ഡൂ ഡെസ്സിൻ്റെ കൂടെ നമ്മൾ ഡിഡ് എപ്പോഴും പറയണേ. ഡിഡ് യൂസ് ചെയ്യണ എപ്പോഴും കഴിഞ്ഞു പോയ ഒരു സംഭവം. ഇപ്പോൾ ചോദിക്കണ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ചോദിക്കുക ഓർമ്മയുണ്ടോ. പക്ഷേ കഴിഞ്ഞു പോയ ഒരു കാര്യം, ടോട്ടലി കഴിഞ്ഞു പോയ ഒരു കാര്യത്തെപ്പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്തിട്ട് പറയണത് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഇവിടെ ചേഞ്ച് വരുത്തിയത് എന്താ, ചേഞ്ച് വരുത്തി നമ്മൾ ഗോയെ, അത് ഞാനിവിടെ എഴുതാം. അപ്പം നമ്മളിവിടെ ഗോയെ കൺവേർട്ട് ചെയ്ത്, ഗോ എന്ന് പറയുന്നൊരു പ്രസൻറ്റ് ഫോമാണ്, ഗോയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് വെൻറ്റാണ് എഴുതിയത്. അപ്പം വെൻറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫോമാണ്, ഗോയുടെ സെക്കൻഡ് ഫോമാണ് വെൻറ്റ്. അപ്പോൾ ഗോ, വെൻറ്റ്, ഗോൺ എന്നാണ്. അപ്പം ഞാൻ വെൻറ്റാണ് ഇവിടെ യൂസ് ചെയ്ത് എഴുതിയത്. പിന്നെ എന്താ ഇവിടെ മാറ്റം വരുത്തിയത്, ഡു. പിന്നെ ഈ ഡു സബ്ജക്റ്റ് യു ആയതുകൊണ്ട് ഞാനിവിടെ ഡു ചേർത്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് ഡുവോ ഇതൊരു പ്രസൻറ്റ് ഫോമായിട്ട് നമുക്ക് ഡു ഓർ ഡെസ് യൂസ് ചെയ്തിട്ട് ചോദിക്കാം. പക്ഷേ ഇവിടെ സബ്ജക്റ്റ് യു ആയതുകൊണ്ട്, കാര്യം പ്ലൂറൽ സബ്ജക്റ്റ് യു, ദേ, വി, ഇങ്ങനെയുള്ള പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെ നമുക്ക് ഡു യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ് പോയിൻറ്റ്, നമ്മൾ ഒരുമിച്ച് കളിക്കാറുണ്ടായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം ഇത് പണ്ട് നമ്മൾ സ്ഥിരം ചെയ്യണ കാര്യമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് സ്റ്റോപ്പായി, ഇപ്പോൾ ഇല്ല. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. നമ്മൾ എന്ന് വെച്ചാൽ വി, ഒരുമിച്ച് ടുഗദർ. കളിക്കുക എന്ന് വെച്ചാൽ എന്താ, പ്ലേ. ഇവിടെ കളിക്കാറുണ്ടായിരുന്നു. അപ്പം നമ്മൾ പണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത കാര്യമാണ്, പക്ഷേ ഇപ്പം നമ്മളത് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം, നമ്മൾ ഒരുമിച്ച് കളിക്കാറുണ്ടായിരുന്നു. അപ്പം നമുക്ക് എഴുതാം വി, നമ്മളിവിടെ യൂസ്ഡ് ടു ഉപയോഗിച്ചിട്ട് എഴുതാം, യൂസ്ഡ് ടു. കാര്യം പണ്ട് നമ്മൾ സ്ഥിരം ചെയ്യണ കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം സ്ഥിരം ചെയ്യണ കാര്യമാണ്, പക്ഷേ ഇപ്പോൾ അത് സ്റ്റോപ്പായി. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് നമുക്ക് യൂസ്ഡ് ടു ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ വി യൂസ് ടു പ്ലേ ടുഗദർ, വി യൂസ് ടു പ്ലേ ടുഗദർ. അപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ പണ്ട് എപ്പോഴും കളിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതില്ല. അപ്പോൾ പണ്ടത്തെ കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ്ഡ് ടു ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ ഒരുമിച്ച് കളിക്കാറുണ്ടായിരുന്നു, വി യൂസ് ടു പ്ലേ ടുഗദർ, വി യൂസ്ഡ് ടു പ്ലേ ടുഗദർ. നെക്സ്റ്റ് പോയിൻറ്റ്, ആ ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. അപ്പം ആ ഓർമ്മകൾ, അപ്പോൾ നമുക്ക് പറയാം ദോസ് മെമ്മറീസ്. കാര്യം ആ ഓർമ്മകളിനെ നമുക്ക് ദോസ് മെമ്മറീസ് എന്ന് പറയാം. അപ്പം മെമ്മറി എന്ന് വെച്ചാൽ ഓർമ്മയാണ്, മെമ്മറീസ് എന്ന് പറഞ്ഞാൽ കുറേ ഓർമ്മകൾ ഉണ്ടായതുകൊണ്ടാണ് നിലനിൽക്കുക മെമ്മറീസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം, ആ ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. സ്റ്റിൽ എന്ന് വെച്ചാൽ എന്താ, ഇപ്പോഴും, സ്റ്റിൽ. നിലനിൽക്കുക, സ്റ്റേ. അപ്പം നിലനിൽക്കുക എന്ന് വെച്ചാൽ സ്റ്റേ. അപ്പം ആ ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെ പറയാം, ദോസ് മെമ്മറീസ് സ്റ്റിൽ സ്റ്റേ. ആ ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നു, ദോസ് മെമ്മറീസ് സ്റ്റിൽ സ്റ്റേ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ഇന്ന് കഴിഞ്ഞു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
ബൈ ഫ്രണ്ട്സ്.